ഇന്ത്യയിൽ ഇപ്പോൾ മൊത്തത്തിലൊരു പ്രിയങ്ക തരംഗം നമുക്ക് കാണാം. രാഹുൽ ഗാന്ധിയേക്കാൾ മൂർച്ചയോടെയാണ് അവർ പാർലമെൻറ്റിൽ സംസാരിക്കുന്നത്. എന്നാൽ അതേസമയം ഒരു രാഷ്ട്രീയ നേതാവിന് ഉണ്ടാവേണ്ടുന്ന ചില നയതന്ത്രവും പ്രിയങ്കയ്ക്ക് ഉണ്ട്. അതുകൊണ്ടാണ് അവർ മോദിക്കൊപ്പം ചായ കുടിച്ചത്. ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ പ്രിയങ്കയ്ക്ക് നാണമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയോടൊപ്പം എത്ര ആശയ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും ഡിപ്ലോമസി ആവശ്യമാണ്. അതാണ് അവർ കാണിച്ചതും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ രാഹുലിനെ മാറ്റി പ്രിയങ്കയിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് പറയാറുമുണ്ട്. ശശി തരൂറും രാഹുലിനെ പലപ്പോഴും എതിർക്കുന്നുണ്ട് എങ്കിലും പ്രിയങ്കയെ അത്ര കണ്ട് വിമർശിക്കാറില്ല. ഇന്നിപ്പോൾ കോൺഗ്രസ് വിഷൻ 2026 ഒരുക്കങ്ങൾ പൂർത്തിയാക്കുമ്പോൾ രാഹുലിനെ വെട്ടി പ്രിയങ്ക ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാക്കുകയുമാണ്. തരൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിൽ സുപ്രധാനമായ നീക്കം പ്രിയങ്ക ഗാന്ധി നടപ്പിലാക്കുകയാണ്. അതായത് ഡൽഹിയിൽ നിന്നും ഒരു പ്രിയങ്ക ടച്ച് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് നേരിട്ടിറങ്ങുകയാണ്. വയനാട്ടിലെ മിന്നുന്ന വിജയത്തിന് ശേഷം പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ പാർട്ടി കാര്യങ്ങളിൽ സജീവമായി ഇടപെട്ടു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. തരൂറിസം വീണ്ടും കോൺഗ്രസ് വേദിയിലേക്ക് ശക്തമായി തിരിച്ചെത്തുകയാണ്. ലോക്സഭയിൽ ഹാട്രിക് വിജയം നേടിയ ശശി തരൂർ ഇനി കേരള നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന കൃത്യമായൊരു നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്നും പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു എന്നാണ് അർത്ഥം. കോൺഗ്രസിന് പുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധി ഉയർത്തിക്കാട്ടുന്ന തരൂർ എന്ന തുറുപ്പുചീട്ട് എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തെ മാറ്റിമറിക്കും എന്നാണ് ഇനി അറിയാനുള്ളത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള ആഗ്രഹം തരൂർ നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും പല കോണുകളിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ കഥ മാറും. കാരണം തരൂരിനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കണമെന്നത് പ്രിയങ്ക ഗാന്ധിയുടെ നേരിട്ടുള്ള ഒരു താല്പര്യം കൂടിയാണ്. ഗ്രൂപ്പുകൾക്ക് അതീതമായി ചിന്തിക്കുന്ന യുവജനങ്ങളെയും മധ്യവർഗത്തെയും ഒരേപോലെ ആകർഷിക്കാൻ കഴിയുന്ന തരൂരിനെ മുൻനിർത്തി പോരാടാനാണ് പ്രിയങ്ക ഗാന്ധി നൽകുന്ന നിർദ്ദേശം. ഇത് കോൺഗ്രസിലെ ഗ്രൂപ്പ് മാനേജർമാർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇനി നമുക്ക് തരൂറിസം എന്ന ആശയത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ശശി തരൂർ നിയമസഭയിലേക്ക് വരുന്നത് ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നത്? കഴിഞ്ഞ 15 വർഷമായി തിരുവനന്തപുരത്തെ ലോകസഭയിൽ പ്രതിനിധീകരിക്കുന്ന തരൂർ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹത്തിന്റെ വിശ്വപൗരൻ എന്ന പ്രതിച്ഛായയും വികസനത്തോടുള്ള കാഴ്ചപ്പാടും യുവാക്കൾക്കിടയിലുള്ള സ്വാധീനവും കേരളത്തിലെ മറ്റൊരു നേതാവിനും അവകാശപ്പെടാൻ കഴിയാത്തതാണ്. അടുത്തിടെ നടന്ന കോൺഗ്രസ് കോൺക്ലേവുകളിൽ തരൂർ നടത്തിയ പ്രസംഗങ്ങളും ഇടപെടലുകളും വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു നിർണായക റോളിലേക്ക് മാറാൻ തയ്യാറെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. മലബാറിലും തെക്കൻ കേരളത്തിലും NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾക്കിടയിലും തരൂരിനുള്ള സ്വീകാര്യത വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അത് UDFന് വലിയൊരു മുതൽക്കൂട്ടാകും. CPMന്റെ തുടർഭരണത്തെ വെല്ലുവിളിക്കാൻ പോന്ന ഭൗതികവും പ്രായോഗികവുമായ മറുപടി നൽകാൻ തരൂറിന് കഴിയുമെന്ന് ഹൈക്കമാൻഡും വിശ്വസിക്കുന്നു.